ദേശീയപാത നിർമ്മാണ നിരോധനത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിലെ 3 പഞ്ചായത്തുകൾ നാളെ UDF ഹർത്താലാണ്. വെള്ളത്തൂവൽ, അടിമാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. നേര്യമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ മുൻ നിലപാടിനെ അട്ടിമറിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ സത്യവാങ്മൂലം നൽകിയതെന്നും സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നും ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, വളരെ ശക്തമായ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഹർത്താലും ശക്തമായി തന്നെ പ്രതിഷേധം നടത്താനാകും തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെല്ലാമാണ് ആവശ്യങ്ങൾ? സ്വാതി, ദേശീയപാത 85 കൊച്ചി മുതൽ ധനുഷ്കോടി വരെയുള്ള ദേശീയപാതയിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്താണ് വലിയ തർക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നത്. ഇവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അത് കോടതിയിൽ പലപ്പോഴും തർക്കങ്ങളും എത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് കോടതി നൽകിയ ഉത്തരവിനെ തുടർന്നാണ് ദേശീയപാത അവിടെ നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും പുനരാരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ, ഒരു പുനഃപരിശോധന ഹർജി പോയിരുന്നു നേരത്തെ വിധിയെ സംബന്ധിച്ച്. അത് ഇടുക്കി ജില്ലയിലെ MN ജയചന്ദ്രൻ എന്ന മുൻ BJP നേതാവും ഇപ്പോൾ BJPയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ നേതാവുമായ ജയചന്ദ്രനാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ പ്രദേശം, ഈ 14 കിലോമീറ്റർ, നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ അത് വനമേഖലയാണെന്നും അവിടെ നിർമ്മാണ പ്രവർത്തികൾ പാടില്ല എന്നും തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയെയും കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഈ പ്രദേശത്തെ മരങ്ങൾ മുറിക്കരുത്, നേരത്തെ മുറിക്കാൻ ഉത്തരവിട്ടിരുന്നെങ്കിലും ആ മരങ്ങൾ ഇപ്പോൾ മുറിക്കരുത് എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ സർക്കാർ ഇരട്ടത്താപ്പ് കളിച്ചു എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് MP ആരോപിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് അല്പം ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തികളിൽ അത് 2 തട്ടിലാണ് സർക്കാർ ദേശീയപാത നിർമ്മാണ നിരോധനത്തിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കിയിലെ 3 പഞ്ചായത്തുകളിൽ നാളെ UDF ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ആൽവിൻ തോമസ് പങ്കുവച്ചത്.